ഇവളെ എനിക്ക് കിട്ടിയതാ. എന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. അതൊക്കെ ശരി തന്നെ. ദക്ഷ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് മഹിയുടെ കാര്യമാണ്. നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടുകൂടി നമ്മുടെ കല്യാണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവളെ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കൊണ്ടുപോകരുതെന്നും അവളെ നമുക്ക് തന്നെ തിരിച്ചു തരണമെന്നും നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതെ, നീ വിഷമിക്കണ്ട, നമ്മുടെ പ്രാർത്ഥന തീർച്ചയായും ദൈവം കേൾക്കും. നമ്മുടെ കല്യാണി രക്ഷപ്പെടുവോടാ, പേടിക്കണ്ട. നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് തമാശയായിട്ടാ തോന്നുന്നത്. തന്റെ ഇടവും സാമർത്ഥ്യവും സ്വാധീനവും ഒക്കെ രമാദേവി ഇപ്പൊ കൂട്ടിലടച്ച മൃഗത്തെ പോലെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നത് കാണുമ്പോ ഒരു കൗതുകം. ഇതൊന്നും കണ്ടുപഴകിയ കാഴ്ചയല്ലോ. ഭദ്രേട്ടൻ അറിയാലോ, ആ വേലക്കാരി ചിന്നു എനിക്കൊരുക്കിയ കെണിക്ക് പകരമായിട്ട് ഞാനും ഒരു കെണി വെച്ചു. പക്ഷേ ആശുപത്രിയിൽ നിന്നും ഇതുവരെ ഞാൻ ആഗ്രഹിക്കുന്ന ശുഭവാർത്ത എനിക്ക് കിട്ടിയിട്ടില്ല. ചിന്നു തട്ടിപ്പോയി എന്ന വാർത്തയല്ലേ നീ കേൾക്കാൻ ആഗ്രഹിക്കുന്നേ? ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത അത് തന്നെയാ. പക്ഷേ ഇതുവരെ ആരും ആ വാർത്ത എന്നെ അറിയിച്ചിട്ടില്ല. അവൾ അപകടത്തിനെ തരണം ചെയ്തു എന്ന വാർത്ത ഇതുവരെയും നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ. ദേ, ആറം പറ്റുന്ന വാക്കുകളൊന്നും പറയല്ലേ. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ആ പെണ്ണ് രക്ഷപ്പെട്ടാൽ അതെനിക്ക് സഹിക്കാൻ സാധിക്കില്ല. എനിക്ക് വിഷം തന്നവളാ. അവള് ജീവനോടെ ഇരിക്കുന്ന ഓരോ നിമിഷവും ഈ കുടുംബത്തിന് അപകടമാ. ഇനി അവള് ജീവിക്കാൻ പാടില്ല. അവള് ചാവണം, ചത്തൊടുങ്ങണം. അവിടെ ഇതോടെ ചത്തൊടുങ്ങിയില്ലെങ്കിൽ മറ്റൊരു കുഴപ്പം കൂടി ഉണ്ട് കുഞ്ഞോളെ. കഷ്ടകാലത്തിലെങ്ങാനും നീ അവളെ കൊല്ലാൻ ശ്രമിച്ചെന്നോ മറ്റോ അവള് പോലീസിൽ മൊഴി കൊടുത്താൽ അത് നിന്നെ വല്ലാതെ ബാധിക്കും. ഒരുപക്ഷെ അഴിയെണ്ണേണ്ട അവസ്ഥ പോലെ ഉണ്ടാവാം. ഭദ്രേട്ടനോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ, ആറം പറ്റുന്ന വാക്കുകളൊന്നും പറയരുതെന്ന്. ഇത് അറം പറ്റുന്ന വാക്കല്ല, ഒരു മുന്നറിയിപ്പ്. മന്ത്രിയാണല്ലോ വരുന്നേ. പ്രശ്നമായോ? എന്തോ പ്രശ്നമുണ്ട്. ഇല്ലെങ്കിൽ മന്ത്രി തന്നെ നേരിട്ടിങ്ങോട്ട് വരില്ലല്ലോ.
നമസ്കാരം. നമസ്കാരം. വരണം വരണം. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സന്ദർശനമാണല്ലോ. സന്തോഷായി. കുട്ടികളുടെ കല്യാണം ഉറപ്പിക്കുന്ന ചടങ്ങാണല്ലോ ഇപ്പൊ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാ. ആഹാ, അതിനെന്താ, അതെല്ലാം സന്തോഷമുള്ള കാര്യമല്ലേ. ആ. വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. വരൂ. വേണം. ആ മോളെ, അച്ഛൻ തന്നെ നേരിട്ട് വന്നിരിക്കുകയാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാം അച്ഛൻ നേരിട്ട് പറയും. ഇപ്പൊ ആന്റി വാ. ഇരിക്കൂ. ഇരിക്കേ. ആ, നിങ്ങൾ ഇരിക്കുന്നേ. അല്ല വേണ്ട, ഞങ്ങളോട് നിന്നോളാം. അല്ല, നിങ്ങൾ ഇരിക്കേ. ഇരിക്കേ. ഓഹോ. വരുന്ന വിവരം ഒന്ന് അറിയിക്കാമായിരുന്നു. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമുണ്ടോ? നമ്മളിപ്പോ ഒരു കുടുംബമായി മാറിയിരിക്കുകയല്ലേ. അത് സത്യമാ. പക്ഷേ നിങ്ങൾ എല്ലാവരും വരുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സെർവൻസിനെ ഒരാളെങ്കിലും ഞാനിവിടെ നിർത്തുമായിരുന്നു. ഒരു റിഫ്രഷ്മെന്റ് കൊണ്ടുവരാൻ പോലും ഇവിടെ ആരും ഇല്ലാതായിപ്പോയി. അതിനെന്താ, ഞാൻ പോയി കൊണ്ടുവരാലോ. നല്ല തണുത്ത ജ്യൂസ് ആകാല്ലേ? മതി മതി, ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, നോ ഫോർമാലിറ്റീസ്. എന്റെ മോളായോണ്ട് പറയല്ല, അനസൂയ സ്മാർട്ടാ. ഒരു കുടുംബത്തിൽ മരുമകളായിട്ട് കയറി വരാനുള്ള എല്ലാ യോഗ്യതയുണ്ട് എന്റെ മോൾക്ക്. പക്ഷേ അവളെ മരുമകളായിട്ട് കിട്ടാനുള്ള യോഗമാണ് ചിലരെ നഷ്ടപ്പെടുത്തിയത്. വിവാഹം എന്നതല്ല ഒരു യോഗ. നല്ല ബന്ധങ്ങൾ കിട്ടുന്നതും നഷ്ടപ്പെടുന്നതും എല്ലാം ഓരോരുത്തരുടെ വിധിയാ. അതെ, ഇവളെ എനിക്ക് മരുമകളായി അല്ല, മകളായി തന്നെ കിട്ടിയത് എന്റെ മഹാഭാഗ്യോ. ഓ, ഇവളെ എനിക്ക് കിട്ടിയതാ എന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. അതൊക്കെ ശരി തന്നെ. ദക്ഷ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് മഹിയുടെ കാര്യമാണ്. മഹിയുടെ നായികയായി നാടകത്തിൽ ഒരു കുട്ടി അഭിനയിച്ചു. അബദ്ധത്തിൽ അവളുടെ അകത്ത് വിഷം ചെന്നു. അവളെ മഹി ആശുപത്രിയിലാക്കി. അത്രയും എനിക്ക് മനസ്സിലാക്കാം. മനുഷ്യത്വമുള്ള ആരും ചെയ്യുന്ന നല്ല പ്രവൃത്തിയാണ് മഹി ചെയ്തത്. ഞങ്ങളുടെ മഹി അങ്ങനെയാ. ഈ വീട്ടിലെ സെർവന്റുകളെ പോലും വീട്ടിലെ അംഗത്തെ പോലെ അവൻ കാണുന്നേ.